ഹായ് എല്ലാവർക്കും ഫർണിവേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല, കുറേ ഐറ്റംസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ ലോഡ് കാര്യങ്ങളൊക്കെ വന്നതിൽ നമുക്ക് ഡൈനിങ്, കട്ടിൽ, അതേപോലെ തന്നെ 311 സോഫ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലോർ ഫുള്ള് കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനിയും കുറേ സാധനങ്ങൾ നമുക്ക് വെക്കാനും കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെട്ടാലോ. വരും. നമ്മുടെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മെയിനായിട്ട് വരുന്നത് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ്. അതായത് ഇപ്പോൾ സോഫകളിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 25,000 രൂപയിൽ താഴെ വരുന്ന സോഫാസ് മാത്രമേ നമ്മുടെ ഈ ഒരു ഫ്ലോറിലുള്ളൂ. അതും 8,000 രൂപ മുതലാണ് സോഫാസ് നമ്മളെടുത്ത് സ്റ്റാർട്ടിങ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഒരു ഓഫർ സെക്ഷൻ തന്നെയാണ് കേട്ടോ. കാരണം പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപയിൽ താഴെ വരുന്ന കോർണർ സോഫാസ് ആണ് നിങ്ങൾ ഈ ഒരു ലെവലിൽ നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. അത് പല ഡിസൈനിലുണ്ട്, പല കളറിലുണ്ട്, പല ഷേപ്പിലും നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 കോർണർ ആയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 20,000 രൂപയിൽ താഴെ മാത്രം വരുന്ന കോർണർ സോഫാസ് ആണ്. അതായത് നിങ്ങൾ പല കടകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു റേഞ്ചിൽ നമുക്ക് വരുന്ന സോഫാസിന്റെ 1-2 കളക്ഷൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഫർണിവേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ റേഞ്ചിൽ വരുന്ന സോഫകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7-8 മോഡൽ നമുക്ക് സോഫാസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വന്നു, അവർക്ക് ഈ ഒരു ബഡ്ജറ്റാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ തന്നെ അവർക്ക് ഒരുപാട് ചോയ്സ് നമ്മുടെ ഫർണിവേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഏതൊരു സോഫ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ട കളേഴ്സ് ഒന്നും ഇഷ്ടമായിട്ടില്ല, ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കളറിൽ വേണം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇതേപോലത്തെ സോഫാസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. 2 ദിവസം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. കാരണം നമുക്ക് ഈ ഒരു സോഫ ആക്ച്വലി ഒരു ദിവസത്തിൽ ഒരു 3-4 എണ്ണം നമുക്ക് ഈ ഒരു സോഫ ചെയ്യാൻ പറ്റും. എന്നാലും നമ്മളൊരു 2 ദിവസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല കറണ്ട് പോക്കോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്നുള്ള പോലെയാണ് നമ്മളിപ്പോൾ അത് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം പറയുന്നത്. സാധാരണ നമുക്ക് 2 ദിവസത്തിൽ ഇങ്ങനത്തെ വേണമെങ്കിൽ ഒരു 6 സെറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും മാൻ പവർ കാര്യങ്ങൾ നമ്മുടെ സോഫ യൂണിറ്റിലുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ഏതൊരു പ്രൊഡക്ട്സ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ പറയാറുള്ളത്. നമ്മളുടെ ഓർഡറിനനുസരിച്ചിട്ട് നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറിലും ഇഷ്ടപ്പെട്ട ഡിസൈനിലും അളവിലും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ടും പെട്ടെന്ന് തന്നെ സോഫാസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള സോഫകളും അതേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടി നമുക്ക് ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 to 25 ഉള്ളിൽ വരുന്ന ടൈപ്പ് സോഫാസാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ പല ടൈപ്പ് കളേഴ്സിൽ അവൈലബിൾ ആണ്, പല ടൈപ്പ് ക്ലോത്തുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സിംഗിൾ കളേഴ്സിലുണ്ട്, ഡബിൾ കളേഴ്സിലുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ ടൈപ്പും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വേറെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ വരുന്നൊരു ടൈപ്പാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്വാളിറ്റിയിലോ മറ്റോ ഒന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ വുഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ് ആയിട്ടുള്ള മഹാഗണി വുഡിലാണ് നമ്മൾ ഈ ഒരു കാണുന്ന സോഫാസ് മൊത്തം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫുൾ കവർ സോഫ ചെയ്യുമ്പോൾ പല കസ്റ്റമേഴ്സിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇതിനുള്ളിൽ ഏതായിരിക്കും മരം, ഇതിനുള്ളിൽ എന്തായിരിക്കും ഐറ്റംസ്. ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ വെളിയിൽ കാണുന്ന ഈ ഒരു ഭംഗി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ നമ്മളുടെ ഇവിടെ വന്ന് എടുക്കുന്ന ഒരുവിധം കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാം നമ്മൾ കെമിക്കൽ ട്രീറ്റ് ചെയ്ത വുഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫോം കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ ഗ്രേഡ് ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സോഫാസ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയിലൊന്നും നമ്മൾ ഒരു കോംപ്രമൈസും ഇതിൽ നടത്തിയിട്ടില്ല. ഇതിൻ്റെ ഫ്രെയിമിനും മറ്റും നമ്മൾ 5 years വരെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നതാണ്. ആ ഒരു തരത്തിലാണ് കേട്ടോ നമ്മൾ എല്ലാ സോഫാസും ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പ്രീമിയം സോഫ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെയുള്ള നോർമൽ സോഫ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒക്കെ ഫ്രെയിം ഒരേ ലെവലിലേക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രീമിയം സോഫയ്ക്ക് ഒരുപാട് കൂടുതലുള്ളതോ നോർമൽ സോഫയ്ക്ക് ഒരുപാട് കുറവുള്ളതോ ആയിട്ടുള്ള വുഡ് കാര്യങ്ങളല്ല യൂസ് ചെയ്യുന്നത്. എല്ലാം സെയിം വുഡിലും കാര്യങ്ങളിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഫോമിലും ക്ലോത്തിലും മാത്രമാണ് ഇതിലൊക്കെ ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കുറവായിട്ടും വരുന്നത് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. അതായത് ഇത് കംപ്ലീറ്റ് ഒരു 3 സീറ്ററിൻ്റെ സെക്ഷനാണ് വരുന്നത് കേട്ടോ. 3 സീറ്റർ സോഫ, അതായത് നമ്മൾക്കിപ്പോൾ ഒരു 3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് സോഫാസാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഇത് നമ്മൾ 8,000 രൂപ മുതലാണ് നമ്മുടെ ഫർണിവേഴ്സിൽ ഇപ്പോൾ ഇത്
സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് 8000 എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടല്ല പറയാം, മിനിമം ഒരു 5-6 പീസസ് നമുക്ക് 8000 രൂപയുടേത് ഉണ്ടാവും. പിന്നെ ഒരു 8000 തൊട്ടിട്ട് ഏകദേശം ഒരു 20,000 രൂപ വരേക്കുള്ള സെറ്റുകളുണ്ട്. കാരണം പലതും പല ടൈപ്പാണ്. അതായത് ഹാർഡ് ഫോം വരുന്നുണ്ടാവും, സോഫ്റ്റ് ഫോം വരുന്നുണ്ടാവും, സ്പ്രിങ് വരുന്നുണ്ടാവും, കുറച്ചുകൂടി ക്ലോത്തിൽ ഡിഫറൻസ് വരുന്നുണ്ടാവും. അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് ക്ലോത്തുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഏകദേശം ഒരു 100 രൂപ തുടങ്ങിയിട്ട് ഏകദേശം 1200 രൂപ വരേക്കുള്ള ക്ലോത്തുകളാണ് നമ്മൾ ഇങ്ങനത്തെ സോഫകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലതിനും ക്ലോത്തിനും മറ്റും അനുസരിച്ചിട്ട് ചെറിയ ചെറിയ റേറ്റ് വേരിയേഷന് കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കംഫർട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഹാർഡ് ഫോമിൽ ചെയ്തിട്ടുള്ള ഒരു സോഫയാണ്, 3 സീറ്റർ സോഫയാണ്. അതേപോലെ തന്നെ ഇതാണെങ്കിൽ സോഫ്റ്റ് ഫോം പ്ലസ് സ്പ്രിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു 3 സീറ്റർ സോഫയാണ്. അപ്പോൾ രണ്ടിൻ്റെ റേറ്റിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ മാക്സിമം കമ്മിയിലാണ് കേട്ടോ നമ്മുടെ ഫർണിവേഴ്സ് ഇതെല്ലാം കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത്. കാരണം ഇപ്പോൾ ചെറിയ വീടുകളിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് പർപ്പസ് ആണെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതേപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ ദിവാന്റെ കളക്ഷൻസ് കേട്ടോ. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഇനി പുതിയ ലോഡ് നമുക്ക് വരുന്നുണ്ട്. ഏകദേശം ഒരു 50ന്റെ മേലെ ദിവാന്റെ ഓർഡർ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഓൺ ഗോയിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഐറ്റമാണ് ദിവാൻ സോഫ. ദിവാനിൽ തന്നെ പല ടൈപ്പ് നമ്മൾ ചെയ്യാറുണ്ട്. തേക്കിലും മഹാഗണിയിലുമാണ് നമ്മൾ കൂടുതലായിട്ടും ദിവാൻ സോഫാസ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ ക്ലോത്തിൽ നമ്മൾ പല വെറൈറ്റീസ് ക്ലോത്തും ചെയ്യാറുണ്ട്. അതായത് മോസി ക്ലോത്തിൽ ചെയ്യും, ജൂട്ടിൽ ചെയ്യും, ഇതേപോലെയുള്ള ക്ലോത്തുകളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ പല ടൈപ്പിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ റേറ്റിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 500-1000 രൂപയുടെ വേരിയേഷൻസ് മാത്രമാണ് വരുന്നത് ക്ലോത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ആയിട്ട് നമ്മുടെ ഫർണിവേഴ്സിൽ നിന്ന് നമുക്ക് ദിവാൻ സോഫാസ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ നോർമലായിട്ട് ടീക്കുഡിലൊക്കെ കുറച്ചുകൂടി പ്രീമിയം ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ക്ലോത്തുകൾ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. മഹാഗണിയിലാണ് കുറച്ചുകൂടി കുറഞ്ഞ റേഞ്ചിൽ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമുക്ക് കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് ക്വാളിറ്റി കുറവില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളൊരു ലെവലിലാണ് നമ്മളെപ്പോഴും പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള അപ്പോൾ ഇതൊക്കെ മോസി ക്ലോത്തിൽ വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഗിഫ്റ്റ് പർപ്പസ് ആണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം. അതായത് ഒരുപാട് പ്രൈസ് ഇല്ലാണ്ട് ഒരുപാട് വലിയൊരു സാധനം. അതാണ് ഇപ്പോൾ ദിവാൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്, ഒരാൾക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഓവറായിട്ട് ബഡ്ജറ്റ് ചിലവാകുന്നില്ല, എന്നാൽ കൊടുക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ഐറ്റമായി. അത്തരത്തിലുള്ളൊരു ഐറ്റമാണ് കേട്ടോ നമുക്ക് ഈ ദിവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിവാന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. മിക്കവാറും ഒരു 10 ദിവസത്തിനുള്ളിൽ ഇനി ഒരു 50ഓളം പീസുകൾ നമ്മുടെ ഫർണിവേഴ്സിൽ അവൈലബിൾ ആവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇത് ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് കാലം ആവുന്നുള്ളൂ. മെയിനായിട്ട് കമ്പനി ഐറ്റംസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ല നോർമൽ ഐറ്റംസ് ഒന്നും നമ്മൾ കൂടുതൽ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയും കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മുടെ ഫർണിവേഴ്സിൽ നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ടൈപ്പുകൾ ഇപ്പോൾ റീസൈക്കിളൊക്കെ ചെയ്തിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മളെയും കൂടി അത് ബാധിക്കുന്നതുകൊണ്ട് എല്ലാം കമ്പനി ഐറ്റംസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് 2 വർഷം 3 വർഷം വാറണ്ടി ഉള്ള പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് വാറണ്ടി ഇല്ലാത്തൊരു പീസും നമ്മൾ കൊടുക്കാറില്ല. ഇതിനൊക്കെ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് വരുന്നത്. പിന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ നോർമൽ ഒരു ചെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടും. നമ്മൾ ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാ പ്ലാസ്റ്റിക് ചെയേഴ്സും നമുക്ക് വെർജിൻ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോളൂ. ഇപ്പൊ നോർമൽ ഒരു പ്ലാസ്റ്റിക് ചെയർ പോലെയല്ല, ഇത് കണ്ടോ, വെർജിൻ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാലുള്ള ഒരു പ്രത്യേകതയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് പൊട്ടില്ല, വളയേ ഉള്ളൂ. അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് കസ്റ്റമർക്ക് നല്ല ഐറ്റംസ് കൊടുക്കാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കമ്പനി ഐറ്റംസ് മാത്രം ചെയ്യുന്നത്, വേറൊന്നുകൊണ്ടല്ല. ഇപ്പൊ കസ്റ്റമർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. പക്ഷേ ഈ ഒരു ടൈപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് 2 വർഷം 3 വർഷം കണ്ണും ചിമ്മി നമുക്ക് വാറണ്ടിയും കൊടുക്കാൻ പറ്റും. അപ്പൊ കസ്റ്റമേഴ്സിനും ധൈര്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണിത്. അതും പ്ലാസ്റ്റിക്കിൽ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസേ വരുള്ളൂ. ഇപ്പോൾ നമ്മളൊരു നോർമൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200-300 രൂപയുടെ വേരിയേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രീമിയം സെക്ഷൻസ് മാത്രം വെക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 3-3 കോർണർ സോഫയാണ്. ഈ കാണുന്നത് 2 കളേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു 3-3 കോർണർ സോഫാസ് അടിച്ചിട്ടുള്ളത്. അതായത് 6 സീറ്റർ സോഫയാണ്. മാക്സിമം ഒരു 20,000 രൂപയിൽ 18,000 രൂപയിലൊക്കെ താഴെയായിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സോഫാസ് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു 6 സീറ്റ് സോഫ എന്ന് പറയുന്നത് സാധാരണപ്പെട്ടൊരു മനുഷ്യന് അത്യാവശ്യം നല്ലൊരു ഇതിൽ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതായത് അവർക്കും കുറച്ച്
ലാഭത്തിൽ കുറച്ചുകൂടി പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സോഫ മേക്ക് ചെയ്തിട്ടുള്ളത്. ഓവർ ഡിസൈൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതിൽ പ്രൈസ് കാര്യങ്ങൾ കുറച്ച് കുറച്ചിട്ടിട്ടുള്ളത്. പിന്നെ ഇതുവഴി വരികയാണെന്നുണ്ടെങ്കിൽ പല ഡിസൈനിൽ നമ്മൾ സോഫ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു സോഫയാണ് ഈ കാണുന്ന ലൈൻ സോഫ. അപ്പൊ ഇതിന്റെ തന്നെ ഒരുപാട് കളേഴ്സിലും ഒരേ കളറിൽ തന്നെ 2-3 പീസൊക്കെ നമ്മൾ എപ്പോഴും വെക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കടി മൂവ് ആവുന്നതുകൊണ്ട് 2-3 കളക്ഷൻസ് എപ്പോഴും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം പെട്ടെന്ന് ഒരു കസ്റ്റമർ വന്ന് ഈ സാധനം എടുത്തു, രണ്ടാമതൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇതേ സാധനം ഇവിടെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒരേ കളറിൽ 2 വെക്കും. ഇപ്പൊ മെയിനായിട്ട് ഇതുപോലെ ടാൻ കളർ അതുപോലെ തന്നെ ഗ്രേ കളറിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സോഫ മൂവിങ് ഉള്ളത്. അപ്പൊ അതിൻ്റെയൊക്കെ 2 പീസ് വെച്ചിട്ടെങ്കിലും നമ്മുടെ ഫർണിവേഴ്സിൽ എപ്പോഴും ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു മൂവിങ് ഉള്ളതാണ് ഈ കാണുന്ന ഹാൻഡിലുള്ള ഈ ഒരു സോഫ. ഇതിന്റെ ഇതേപോലെ തന്നെ ഒരേ സോഫ പല കളേഴ്സിൽ നമ്മൾ അടിച്ചു വെക്കും. ഇതിന്റെ തന്നെ സെയിം കളർ പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്ന സോഫ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രീമിയം ക്ലോത്ത് ഇട്ടിട്ടുള്ള സോഫാസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം മോഡൽ സെയിം ഡിസൈന് പ്രീമിയത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നും നല്ല മൂവിങ് ഉള്ള ഒരു ടൈപ്പ് സോഫയാണ്. അതുകൊണ്ടാണ് 2-3 കളേഴ്സിൽ നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡബിൾ കളർ വരുന്ന സോഫ, മുൻപേ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡബിൾ കളർ സോഫയുടെ പ്രീമിയം ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു സോഫ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇടുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒട്ടും പ്രീമിയം അല്ല. അതായത് കുറഞ്ഞ രീതിയിൽ ഒരു 25,000 രൂപയിൽ താഴെയായിട്ടാണ് നമ്മൾ ഇതുപോലത്തെ സോഫാസ് ഒക്കെ കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ വേറെ വേർഷൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. പ്രീമിയം ഫാബ്രിക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡലിലാണ് ഇതുപോലത്തെ സോഫാസ് മൊത്തം ചെയ്തിട്ടുള്ളത്. കൂടാണ്ട് തന്നെ ഒരു ചെറിയ ഫാമിലിക്ക് ചെറിയ ലിവിങ്ങിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് ദിവാൻ വരുന്ന ടൈപ്പ്, വൺ സൈഡ് ലോഞ്ചർ വരുന്ന ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ നമുക്ക് ഏതൊരു കളറിൽ വേണമെങ്കിലും നമ്മുടെ ഫർണിവേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വെറും ഒരു 16,500 ഇപ്പോൾ ഇതിൻ്റെ ഓഫർ റേഞ്ച് കാര്യങ്ങളെ വരുന്നത്. അത്രയും കുറഞ്ഞ റേഞ്ചിൽ നല്ല കംഫർട്ടോട് കൂടിയിട്ട് പ്രീമിയം ലുക്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സോഫാസ് നമ്മുടെ ഫർണിവേഴ്സിൽ ചെയ്തു തരുന്നതാണ്. ഇത് പിന്നെ ഡബിൾ കളറിൽ തന്നെ വരുന്ന ആ ഒരു സോഫയുടെ വേറൊരു കളർ കേട്ടോ. എപ്പോഴും ഒരു സോഫയുടെ സിംഗിൾ കളർ മാത്രം നമ്മൾ വെക്കാറില്ല, അതിൻ്റെ ഒരു ഓപ്ഷനും കൂടി കസ്റ്റമർക്ക് കൊടുക്കും. ഒരു കസ്റ്റമർ വന്നിട്ട് ആ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ എടുക്കാം, ഇത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കളർ എടുക്കാം. ഇനി ഇത് രണ്ടും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ. പിന്നെ ഈ വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഡൈനിങ് ടേബിൾ സെറ്റാണ് കേട്ടോ. എല്ലാം ഇമ്പോർട്ടഡിൽ വരുന്നതാണ്. സീസണിൻ്റെ ടീക്കുഡിലാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയൊരു കളക്ഷൻ മാത്രമേ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. വലിയൊരു കളക്ഷൻ താഴെ നമ്മുടെ ഫർണിവേഴ്സിൽ അവൈലബിൾ ആണ്. അതായത് ഡൈനിങ്ങിൻ്റെ കളക്ഷനിൽ ഇതിൻ്റെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അതുകൊണ്ട് 2 മോഡൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്നുള്ളൂ. പിന്നെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പറയുന്ന മോഡലിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോഫാസ് കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.